തൊണ്ടിമുതൽ കേസിലാണ് ഇന്നിപ്പോൾ കോടതി വിധി വരാനിരിക്കുന്നത്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. നിലവിൽ MLA ആയ ആന്റണി രാജുവിന് കോടതി വിധി എതിരായാൽ കനത്ത തിരിച്ചടിയാകും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിയിലായ വിദേശിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി തൊണ്ടിമുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചു എന്നാണ് കേസ്. എന്തായാലും ആ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, ആ വിധി വന്നാൽ ഇന്ന് ഇനി എന്തൊക്കെ സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ആ തിരുവനന്തപുരത്തേക്ക് പോകാം. അക്ഷയ റെഡിയാണ്. അക്ഷയ, ഗുഡ് മോർണിംഗ്. എന്തായാലും തൊണ്ടിമുതൽ കേസ് എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് അദ്ദേഹം മന്ത്രിയൊക്കെ ആയിരുന്ന സമയത്താണ് കൂടുതലായി അത് ശ്രദ്ധയിലേക്ക് വന്നത്. 90കളിൽ നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത്ര വൈകി അതിന്റെ ഒരു വിധി വരുന്നു. അദ്ദേഹം ഇപ്പോൾ MLA ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വിധി എതിരായാൽ എന്ത് സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് എപ്പോഴാണ് കോടതിയിൽ നിന്ന് ആ വിധി പ്രതീക്ഷിക്കുന്നത്? കോടതി തുടങ്ങിയാൽ ഉടൻ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പരിഗണിക്കുകയും അതിലുള്ള വിധി വരികയും ചെയ്യുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ 1990ലാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആസ്ട്രേലിയൻ പൗരനായിട്ടുള്ള ആൻഡ്രൂ സാൽവദോർ എന്ന ഒരു വ്യക്തി, അയാൾ ലഹരി മരുന്ന് കടത്തുകയായിരുന്നു. അത് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചിട്ടാണ് കടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ അടിവസ്ത്രം, അതായത് ഈ തൊണ്ടിമുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമത്വം കാണിച്ചു എന്ന കേസാണ് ഈ തൊണ്ടിമുതൽ കേസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് 29 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 19 പേരെയാണ് ഇതുവരെ വിസ്തരിച്ചിട്ടുള്ളത്. നിലവിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത്, ഒന്ന് രേഖകളിൽ കൃത്രിമത്വം കാണിക്കൽ, വഞ്ചനാ കുറ്റം, അതോടൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ, ഇതെല്ലാമാണ് ചുമത്തിയിരിക്കുന്ന ഗൂഢാലോചന, ഇതെല്ലാമാണ് ചുമത്തിയിരിക്കുന്ന കുറ്റം. ഈ കുറ്റങ്ങൾ അനുസരിച്ച് 10 മുതൽ 14 വർഷം വരെ തടവ് ലഭിക്കാനാണ് സാധ്യത, ശിക്ഷ ലഭിക്കാനാണ് സാധ്യതയായിട്ടുള്ളത്. അതായത് ഇപ്പോൾ MLA ആണ് ആന്റണി രാജു. ആന്റണി രാജു ഈ ഒരു വിധി തിരിച്ചടിയാണെന്നുണ്ടെങ്കിൽ ആന്റണി രാജുവിനും അത് കനത്ത തിരിച്ചടിയായിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല 2 വർഷത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ MLA സ്ഥാനത്തിൽ നിന്ന് അദ്ദേഹം അയോഗ്യനാക്കാനുമുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ജിൽസി.